ശരണ്യ കാടിനകത്ത് പെടുന്നതും 3 ദിവസത്തിന് ശേഷം ശരണ്യനെ സുരക്ഷിതയായിട്ട് കിട്ടുന്നതും ഒക്കെ നമ്മൾ വാർത്തകളിൽ കൂടെ കണ്ടു. ആ കുട്ടിയെ കാണാതെ ആയ സമയം മുതൽ എന്താ പറയാ, ഒരു എല്ലാ മനുഷ്യരെ പോലെ നമുക്കും ഒരു വേവലാതി ഉണ്ടായിരുന്നു. ദൈവമേ, എന്ത് പറ്റിയതാകും, ആരെങ്കിലും അപായപ്പെടുത്തിയോ, അതോ തിരിച്ചു കിട്ടുമോ, അത് നമ്മൾ പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ന്യൂസ് ചാനലുകളിൽ വാർത്ത ഓടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് ഇങ്ങനത്തെ ഒരു കാര്യം കൂടെ ആകുമ്പോൾ കാട്ടിൽ കാണാതായി എന്തെങ്കിലും പ്രത്യേകതരം ന്യൂസുകൾ നമ്മളുള്ളപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ കാണാതിരിക്കത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഈ കുട്ടിയെ തിരിച്ചു കിട്ടിയതും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. സാധാരണഗതിയിൽ ഒരു മലയാളി ചിന്തിക്കുന്നത് പോലെ തന്നെ എല്ലാവരും ചിന്തിക്കണമെന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. ആദ്യം തന്നെ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ഇടയ്ക്കൊക്കെ വെറുതെ സ്ക്രീൻ ചെയ്ത് നോക്കും ആരെങ്കിലും കേൾക്കും. അങ്ങനെ ഞാൻ കുറച്ച് ഒരുപാട് മേലേക്ക് കയറിയപ്പം ഒരു മരത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കായിരുന്നു. ആ സമയത്ത് ആരുടെയും സൗണ്ട് കേട്ടു. അപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എന്തോ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി ഒരു 4 or 5 kilometers അവേ ആയിരുന്നു ആ ടൈം. വിത്തിൻ കുറച്ച് എത്ര മിനിറ്റ്സ് എനിക്കറിയില്ല, അത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇവർ എൻ്റെ അടുത്ത് എത്തി. അത് പോയ കൊണ്ട് നമുക്ക് കിട്ടി. ഞാൻ ഡെയിലി രാവിലെ വൈകിട്ടൊക്കെ വെറുതെ ട്രൈ നോക്കും ആരെങ്കിലും കേൾക്കുന്നുണ്ട്. അങ്ങോട്ട് പോയത് പിന്നെ ആടെ അത് നിൽക്കുന്ന സ്ഥലമല്ല, അത് ആരും പോവില്ല അങ്ങനത്തെ സ്ഥലം ഉറപ്പായിട്ടും. ഇവര് നൈറ്റ് ഒക്കെ ട്രൈ ചെയ്തു എന്നാണ് പറയുന്നത്. ഇവരുടെ അവിടെ എന്തോ മല ഉണ്ടായിരുന്നു. അതിന്റെ ഓഫീസ് ടീം മൊത്തം ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് ശരണ്യ. ഞങ്ങള് അവിടെ മിനിയാന നൈറ്റ് എല്ലാം അവിടെ എല്ലാം നമ്മ ബെലിങ്ങനായിട്ട് കൂത്തിട്ട് അതെല്ലാം കേട്ടിന് നമുക്ക്. മിനിയാന നൈറ്റ് ഇന്നലെ നൈറ്റ് എല്ലാം നമ്മ അവിടെ കൊറേ വിളിച്ച് കേട്ടിട്ടില്ല. ಅಲ್ಲಿ ಮನ್ಸಾನೋ ನಿಪುಲ ഞാൻ ചോദിച്ചപ്പോ 3 ദിവസമൊക്കെ കണ്ടപ്പം ഞാൻ ഒരു ഡ്രോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തത്. അതുകൊണ്ട് ഞാൻ വിസിബിലിറ്റി ഉള്ള ഏരിയയിൽ തന്നെ സ്റ്റേ ചെയ്ത് 2 ദിവസം. അപ്പം എനിക്ക് മേ ബി അറിഞ്ഞിട്ടില്ലായിരിക്കും. നടന്നു നോക്കാം. ഇന്ന് എൻ്റെ പ്ലാനിലേക്ക് ഏതെങ്കിലും ഒരു എത്തിക്കഴിഞ്ഞാൽ മീൻസ് തടിയൻ്റെ മോൾ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു പീക്കിലെത്തിയാൽ താഴത്തേക്ക് നോക്കിയാൽ either തടിയൻ്റെ മോൾ കണ്ടുപിടിക്കാൻ പറ്റും, ഹയസ്റ്റ് ആണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ആ കുട്ടി പറയുന്നുണ്ട് എങ്ങനെയാണ് അവിടെ താമസിച്ചത്. ആദ്യ ദിവസം ഇതുപോലെ തന്നെ മിസ്സായി, കൂട്ടം തെറ്റിയ കുഞ്ഞാട് എന്ന് നമുക്ക് പറയാം. കൂട്ടം തെറ്റിപ്പോയി. അതിനുശേഷം പുള്ളിക്കാരി തിരിഞ്ഞ് വന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്നവരെ കാണാനില്ല. അപ്പോൾ അതിനുശേഷം ഒരാൾ മലയുടെ മുകളിലേക്ക് പോയി, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് സാധാരണഗതിയിൽ ഉൾവനത്തിൽ പെട്ടുപോകുമ്പോൾ ഉള്ള ഒരു അവസ്ഥയെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിഭീകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാടിൻ്റെ അകത്ത് പെട്ട് കഴിയുമ്പോൾ ഉള്ളത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ എന്താ പറയുക, മൃഗങ്ങൾ വരുമോ, ആക്രമിക്കുമോ, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആശങ്കകൾ, ടെൻഷൻ, BP ഉള്ളവരാണ് അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ മനസ്സുകൊണ്ടും പേടി ഉണ്ടാകാനും എല്ലാം കൊണ്ട് സാധ്യതയുണ്ട്. ഈ സമയത്ത് ഇവർ സംസാരിക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ടും കാമായിട്ടുമാണ് സംസാരിക്കുന്നത്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് സംസാരിക്കും. അതായത് 1/2 ലിറ്റർ വെള്ളം കൊണ്ടാണ് അവരവിടെ താമസിച്ചതെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഈ സർവൈവ് ചെയ്യുന്ന പറഞ്ഞു. ഇതിനിടയ്ക്ക് വെള്ളം വേറെ കുടിച്ചിട്ടുണ്ട്, കാടാണ്, വെള്ളം വരുന്ന ഇതുണ്ടാവും, അവിടുന്ന് വെള്ളം വേറെ കുടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഭക്ഷണം ഉള്ളിൽ ചെല്ലാതെ വെള്ളം കൊണ്ട് മാത്രം ജീവിക്കുകയും തിരികെ വന്നപ്പം ഭയങ്കര എനർജറ്റിക് ആയിട്ടൊക്കെ ഇരിക്കുകയും ചെയ്യുന്നു. അപ്പം ഇതിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ള കുറേ ഡൗട്ടുണ്ട്. പലരും സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇത് ചിലർ മറ്റൊരു രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് അകത്തേക്ക് പോയത്, അതൊക്കെ ഓരോരുത്തരുടെ ഒരു അസംഷനാണ്, അസ്യൂം ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്കിപ്പം പോയ ആളെ തിരികെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. സാധാരണഗതിയിൽ ചിന്തിച്ചിരുന്നൊരു കാര്യം, ദൈവമേ അകത്ത് പോയി വല്ല മൃഗവും പിടിച്ചു തിന്നു കാണുമോ
എന്തായാലും മൃഗങ്ങൾ പിടിച്ചു തിന്ന് കാണും. ഒരു ദിവസം കഴിഞ്ഞ് 1.5 ദിവസം കഴിഞ്ഞ് സാധാരണഗതിയിൽ നമ്മൾ ചിന്തിക്കും ആള് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും, കാരണം ഒറ്റയ്ക്കും കൂടെയാണ് കിട്ടുക. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പുള്ളിക്കാരി പറയുന്നുണ്ട് രാവിലെ ഇതിന്റെ രീതികൾ. രാവിലെ കുറച്ച് നേരം നടക്കും, പിന്നെ ഈ പറയുന്ന പോലെ ചില സമയങ്ങളിൽ ശബ്ദം ഉണ്ടാക്കും, അലറും എന്നൊക്കെ പറയുന്നു. കാടാണ്, ആനയുള്ള കൂടുതൽ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു മൗണ്ടനർ, ഒരു ഷെയ്ഖ്, അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പക്ഷെ ഇദ്ദേഹം പറയുന്നതിൽ കുറച്ച് കഴമ്പുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ശരണ്യെ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ശരണ്യ തിരിച്ചു വന്നു. ഷീസ് എ ബോൾഡ് ഗേൾ, എല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പുള്ളിക്കാരിയെ റെസ്ക്യൂ ചെയ്ത് പത്രക്കാർക്ക് കൊടുത്ത ആ ഒരു അഭിമുഖത്തിന്റെ അകത്ത് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്. ഞാനും പാങ്കോട്ട് പക്ഷി സങ്കേതം എന്ന് പറഞ്ഞൊരു പക്ഷി സങ്കേതമുണ്ട്. ഒരു 4-5 മണിക്കൂർ ഞാൻ പെട്ടുപോയതാണ്, കോടയൊക്കെ വന്നിട്ട് വഴി തെറ്റിയിട്ട്. അപ്പോൾ അന്ന് ഉണ്ടായ എനിക്കൊരു പരിഭ്രാന്തി എനിക്കറിയാം. അല്ലെങ്കിൽ പലപ്പോഴും യാത്ര ചെയ്ത് കാട്ടിലോ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്കോ വഴി തെറ്റി ഒരുപാട് പേരുണ്ടായിരിക്കും. അവരെല്ലാവരും ഇത് കേൾക്കണം. ഞാൻ എൻ്റെ ഡൗട്ട്സ് റേസ് ചെയ്യാം, ആരെങ്കിലുമൊക്കെ ക്ലിയർ ചെയ്യണം. വേറൊരു സാധനങ്ങളും പുള്ളിക്കാരുടെ ഇല്ല. 1/2 ലിറ്റർ വെള്ളം മാത്രമേ ഉള്ളൂ. അവിടെ വൈൽഡ് ആനിമൽസ് ഉള്ള ഏരിയ ആണെന്നറിയാം, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഏരിയ ആണെന്നറിയാം. രാത്രി ആയി കഴിയുമ്പോഴേ കാടിൻ്റെ ഭാവം മാറും. പലർക്കും അറിയാം, ഭീകരതയാണ്, ഭീകരത. എത്ര പേടിയില്ലെന്ന് പറഞ്ഞാലും രാത്രി ഒറ്റയ്ക്ക് നമുക്ക് കാട്ടിനകത്ത് താമസിക്കാൻ വലിയ പേടിയാണ്. ശരണ്യ ഫസ്റ്റ് നൈറ്റ് 6:30 ഏതോ ഒരു അരുവിയുടെ സൈഡിലെത്തി അവിടെ സ്റ്റേ ചെയ്തു. ഇറ്റ്സ് ഓക്കെ, എങ്ങനെങ്കിലും സ്റ്റേ ചെയ്തെന്ന് വെക്കാം. നെക്സ്റ്റ് ഡേ എങ്ങനെയായിരിക്കും? ഒരു സർവൈവലിന് വേണ്ടി ശ്രമിക്കുന്ന ആൾ എന്തായിരിക്കും? എങ്ങനെയെങ്കിലും ആളുള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കും. സൗണ്ട് വെച്ചിട്ടോ നേരത്തെ പോയ വഴി കണ്ടുപിടിച്ചിട്ടോ. ശരണ്യ പറഞ്ഞ ഉത്തരവുണ്ട്, എനിക്ക് കാലുവേദനയായിരുന്നു, അതുകൊണ്ട് ആ ദിവസവും ഞാൻ അവിടെ റെസ്റ്റ് ചെയ്തു. ഇത് സുഖവാസ കേന്ദ്രമല്ല, കൊടും കാടാണ്. അപ്പം അവിടെ റെസ്റ്റ് ചെയ്തു ശരണ്യ. നെക്സ്റ്റ് ഡേ ഡ്രോൺ വരുമോ എന്ന് നോക്കിയിരുന്നെന്ന്. ആ ദിവസവും പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തെന്നാണ് പറയുന്നത്, കൊടുങ്കാടിനകത്ത്. 3-ാമത്തെ ദിവസം പോകാൻ ശ്രമിച്ചപ്പോൾ മഴ പെയ്തു പോലും, ഡ്രസ്സൊക്കെ വെറ്റായിരുന്നു. അതുകൊണ്ട് പുള്ളിക്കാരി അവിടെ സ്റ്റേ ചെയ്തു. 4-ാമത്തെ ദിവസമാണ് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഒരിക്കലും ഒരു സർവൈവൽ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളുടെ മൈൻഡ് സെറ്റ് അല്ല ശരണ്യക്ക്. അതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്, അത് നമ്മൾ കണ്ടെത്തണം. കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം പറയാനൊരാൾക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്ക് പറയിക്കാനൊന്നും അതിൻ്റെ ആവശ്യമില്ല. ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺസ് ആണ്. പക്ഷേ ഇത് കണ്ടിരിക്കുന്ന എല്ലാവരും മണ്ടന്മാരാവരുത്. കാരണം ഒരുപാട് ട്രക്കിംഗ് ചെയ്താണ് ഞാൻ, ഒരുപാട് ട്രക്കിംഗ് ചെയ്യുന്നവർ എനിക്ക് അറിയുകയും ചെയ്യാം. അപ്പം അതിനകത്ത് ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ട്. അവർ വിചാരിച്ചിരിക്കുന്നത് 3 ദിവസം ഈസിയാണ് കാട്ടിനകത്ത് സ്റ്റേ ചെയ്യാൻ, വളരെ സിമ്പിളാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. 3 ദിവസം ഭക്ഷണമില്ല, ഓർക്കണം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഭക്ഷണമില്ല 2 ആഴ്ച വരെ ജീവിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ക്ഷീണമൊന്നും ശരണ്യയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയോ മിസ്സിംഗ് ഡോട്ട്സ് ഉണ്ട്. എനിക്ക് വന്ന സംശയങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ട്രക്കിംഗ് ഹൈക്കിംഗ് ഒക്കെ പോകുന്നത് നല്ലത് തന്നെ, പക്ഷേ ഗ്രൂപ്പായിട്ട് പോവുക, സേഫായിട്ട് പോവുക, തിരിച്ചു വരിക. ഏതെങ്കിലുമൊക്കെ അപകടം ഉണ്ടാകുന്നത് പോലെയല്ല നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. ഭയങ്കര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. തിരിച്ചു വരുമ്പോൾ നമുക്കൊരു റിലീഫുണ്ട്. ആ റിലീഫൊന്നും ഞാൻ ഈ റെസ്ക്യൂ ചെയ്ത ആളുടെ മുഖത്തൊന്നും കണ്ടില്ല. വളരെ സിമ്പിളായിട്ടാണ് പുള്ളിക്കാരി 1/2 ലിറ്റർ വെള്ളമേ ഉള്ളൂ. ഇദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇദ്ദേഹം ഒരുപാട് ട്രക്കിങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം ഇദ്ദേഹത്തിന് ഏകദേശം ഒരു കാടിന്റെ സ്വഭാവവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ഒന്ന് അദ്ദേഹം പറയുന്ന ഒരു പോയിന്റ്, രാത്രി ആയി കഴിഞ്ഞാൽ കാടിന്റെ സ്വഭാവം തന്നെ മാറും എന്നുള്ളതാണ്. കാരണം വളരെയധികം ഭീതി നമുക്ക് തരും. പേടിക്കേണ്ട പല പല ശബ്ദങ്ങള്, കാറ്റ്, അല്ല മൊത്തത്തിലൊരു ഒരു പ്രേത സിനിമയിൽ നമ്മൾ അകപ്പെട്ട ഒരു അവസ്ഥയാണ്. ആ ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് എന്താണേലും പേടി എന്ന് പറയുന്ന സാധനം ഒരു മനുഷ്യൻ. പിന്നെ ഇവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും ബോൾഡാണ്, അത്രയും പേടിയില്ലാത്ത രീതിയിൽ ആണ് അവർ ഇറങ്ങി വന്നപ്പോഴാണ് സംസാരിക്കുന്നത് വളരെ. പക്ഷെ സ്വാഭാവികമായിട്ടും ഞാൻ എന്ന വ്യക്തി, അല്ലെങ്കിൽ എന്നെ പോലെ ഒരു 100 പേര് കാണും. ഒറ്റയ്ക്ക് പെട്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ ധൈര്യം അങ്ങ് ചോരാൻ തുടങ്ങും. മനസ്സുകൊണ്ട് ആദ്യവും എന്താവും, മൃഗങ്ങളെ പിടിക്കുവോ? പ്രത്യേകിച്ച് ആ കാടിന്റെ അവിടെ ഭയങ്കരമായിട്ട് ആന ഒരുപാടുള്ളതെന്ന് പറഞ്ഞാൽ ആനയ്ക്ക് പെട്ടെന്ന് മണം പിടിക്കാനും പറ്റും, മനുഷ്യ സാന്നിധ്യം മനസ്സിലാക്കാൻ പറ്റുമെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിൽ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം അവര് തിരിച്ചു വന്നപ്പോൾ ഇത്ര എനർജറ്റിക് ആയിട്ട്, ഭക്ഷണമില്ലാതിരുന്ന, വെള്ളം കൊണ്ട് മാത്രം ഇങ്ങനെ എനർജി പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിശന്നിട്ട് വയറ് കത്തും. ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഞാൻ പറയാതെ സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. പക്ഷെ ഇത് ഇപ്പോൾ എന്താ പറയാ, ഇതിൽ എന്തൊക്കെയോ ഒരു നിഗൂഢത ഇല്ലേ എന്ന് ചിന്തിച്ചു പോകുന്നുണ്ട്. എന്നാൽ അവർ പറയുന്നത് ധീരവനിത ചിലപ്പം അത്രയും ബോൾഡായിരിക്കും, അത്രയും ധൈര്യമുള്ള ഒരാളായിരിക്കും. അങ്ങനെ അത്രയൊക്കെ ധൈര്യം വേണമെന്നുണ്ടെങ്കിൽ ഒരു
50 പേരിൽ ഒരാൾ വേണ്ട 10 പേരിൽ ഒരാൾക്ക് കാണാൻ സാധ്യതയുണ്ട്. അത്രയും ധൈര്യം ഞാൻ അത്രയും പറയുന്നു. 10 പ്രത്യേകിച്ച് ആണായാലും പെണ്ണായാലും ഒന്ന് ഇതായി കഴിയുമ്പോൾ പേടും. ഞാനൊരു ഒരു വളരെ ഉദാഹരണം പറയാം. ഒരു കോവിഡ് ടൈമിൽ വളരെ പരുക്കനായി നിന്നിരുന്ന ഒരു മനുഷ്യൻ എന്താ പറയാ, ഒരാൾക്ക് രാഷ്ട്രീയ കൂട്ടിരിക്കാൻ പോയി കോവിഡ് ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തെ കണ്ട അദ്ദേഹം ഭയങ്കര കട്ടിയാണ്, സംസാരം പോലും ഭയങ്കര ഹാർഡായിട്ട് സംസാരിച്ചിരുന്ന ഒരാൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പം പെട്ടെന്ന് ധൈര്യം ചോർന്നു പോകുന്നത് കണ്ടതാണ്, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. കാരണം ആ കോവിഡ് മൂത്ത് നിൽക്കുന്ന സമയത്ത് കണ്ണെല്ലാം ചുമന്നിട്ട് വിറയ്ക്കുന്നു, ആകെക്കൂടെ വെപ്രാളമൊക്കെ കാണിക്കുന്നത് കണ്ടതാണ്. അപ്പം എത്ര ധൈര്യശാലിയാണെങ്കിലും ധൈര്യം ഒന്ന് ചോരാനായിട്ട് ഒരു ശകലം സമയം മതി. പക്ഷെ ആ സമയത്താണ് ഈ ഒരു വനിത ഇതെങ്ങനെ തരണം ചെയ്തു, എങ്ങനെ ഇവര് അവിടെ പിടിച്ചു നിന്നു. ഇവർ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എനിക്കും എന്നെ പോലെ തന്നെ കുറേ പേർക്കും കുറച്ച് സംശയങ്ങൾ ഉണ്ട്. അതൊന്നും ആരും തിരക്കാനോ വെറുക്കാനോ പോയില്ല. നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മൾ സംശയിച്ചിട്ടോ ഇതുകൊണ്ടോ ഒന്നും കാര്യമില്ല. ചിലപ്പോൾ അവർ പറയുന്ന പക്കയായിരിക്കും, അവർ പറയുന്നത് പക്കയായിരിക്കും. നമ്മൾ സാധാരണഗതി ചിന്തിക്കുമ്പോൾ നമുക്ക് തോന്നാവുന്ന ചില തോന്നലുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു വീഡിയോ ശരണ്യെ കണ്ടെത്തി 4-ാം ദിവസത്തിലെ തിരച്ചിലാണ് ഫലം കണ്ടത്. മലയാളികൾ ഒറ്റ മൈൻഡ് ചോദിക്കുന്നത് എന്താണ് സർവൈവൽ ടാക്ടിക്സ്? വെള്ളം കുടിക്കുക, പിന്നെ മൃഗങ്ങൾ വരാൻ ചാൻസ് ഇല്ലാത്തടത്ത് കിടന്നുറങ്ങുക. വഴി തെറ്റിപ്പോയത് കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ രണ്ടുപേരുടെ ഒന്നിച്ചായിരുന്നു ഇറങ്ങിയത്. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരും കാണാനില്ലായിരുന്നു. പീക്കിൽ കുറച്ചുപേരെ കണ്ടു. അവരെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ലെഫ്റ്റ് സൈഡിലൂടെ കറങ്ങി വന്നപ്പോഴേക്കും മേലെയും താഴെയൊന്നും ആളില്ലായിരുന്നു. താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഡെൻസ് ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഇത്തിരി ആനച്ചൂരൊക്കെ ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ല. പക്ഷെ ഇൻ കേസ് വഴി തെറ്റുകയാണെങ്കിൽ വന്ന വഴി തിരിച്ചു പോയിട്ട് പീക്കിലെത്തിയിട്ട് താഴേക്ക് നോക്കിയാൽ മതിയായിരുന്നു. അതായിരുന്നു മിസ്റ്റേക്ക്. ഇനി അടുത്ത ട്രക്കിംഗ് എപ്പോഴായിരിക്കും? ചൂടുകാലം കഴിഞ്ഞിട്ട് അടുത്ത ട്രക്കിംഗ് നോക്കണം. വരുമ്പോ ഞാൻ ലീവ് ഇടും. ഇവിടെ ഒരു പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ആ ഒരു എനർജി കാണുമ്പോഴാണ് എനർജി കാണുമ്പോൾ ഓക്കെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കും, എന്നാലും ഇതെങ്ങനെയാ ഷാജിയേട്ടാ ശരിയാകുന്നത്, നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ എന്താ പറയാ, ഒന്നും നോക്കണ്ട, അല്ലാത്തൊരു രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സാധാരണ രക്ഷപ്പെട്ടു വന്നല്ലോ, അത് തന്നെ ഏറ്റവും വലിയ കാര്യം കേട്ടോ. അത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ആളെ നമുക്ക് ജീവനോടെ വളരെ പൂർണ്ണ ആരോഗ്യവതയായിട്ട് തന്നെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര അടിപൊളിയാണ്. പുള്ളിക്കാരി പിന്നെ പറയുന്നുണ്ട് ഇനി ട്രക്കിങ്ങിന് പോകുന്നുണ്ടോ എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുമ്പോൾ ഇനിയും പോകണം, ചൂടുകാലം കഴിയുമ്പോൾ പോകണം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരിക്കണം. ഒന്നെങ്കിൽ ട്രെയിൻഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന അത്യാവശ്യം നല്ലൊരു ട്രെയിനിങ് ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ ഫിസിക്കലി ഫിറ്റ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഫിറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മെന്റലി നല്ല സ്ട്രോങ് ആകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഒറ്റയടിക്കുണ്ടാകുന്നതല്ല. ഇത് ട്രെയിൻ ചെയ്ത് വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അങ്ങനെ എന്താ പറയുന്ന ബോൾഡായിട്ട് നിൽക്കാനും പറ്റുമായിരിക്കും. പക്ഷേ ഈ ഭക്ഷണമൊന്നും ഇല്ലാതെ 3 ദിവസം വെള്ളം കുടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ, വെള്ളം കുടിച്ച് 2 ആഴ്ച വരെ നിൽക്കാന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കാണുമ്പോൾ ഒരു എനർജി ലോസ് ഒക്കെ ഫീൽ ചെയ്യത്തില്ലേ? ഇതൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങൾ. ഭക്ഷണം ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാം അവസ്ഥ. ഒരു ക്ഷീണം പോലും അവരുടെ മുഖത്തോ ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് സംശയങ്ങൾ വന്നത്. ഇതിന്റെ താഴെ ആർക്ക് വേണേലും എന്ത് വേണേലും കമന്റ് ചെയ്യാം. അതായത് എനിക്ക് എന്റെ തോന്നലുകൾ ഞാൻ പറഞ്ഞു, തെറ്റായിരിക്കാം, എനിക്ക് തോന്നിയ കാര്യം. പക്ഷെ അവര് രക്ഷപ്പെട്ടല്ലോ, നമ്മൾ അതിനകത്ത് ഭയങ്കര സന്തോഷവാനാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്കൊന്നും പറ്റാതെ അവർ തിരിച്ചു കിട്ടിയല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞാണ്. ഇതിന്റെ താഴെ ആർക്ക് വേണമെങ്കിലും കമന്റ് ചെയ്യാം. എന്നെ പോലെ തോന്നിയിട്ടുള്ളവരുണ്ടാവും, വേണം എന്നെ വിമർശിക്കാം. ഏത് രീതി എങ്ങനെ വേണമെങ്കിലും കമന്റ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് തോന്നലുകൾ പറയണം എന്ന് തോന്നി, അത്രേ ഉള്ളൂ. താങ്ക് യു.